പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയൗമ നഹ്ശുറുഹും ജമീഅൻ. അവരെയെല്ലാം നാം ഒരുമിച്ച് കൂട്ടുകയും എന്നിട്ട് ബഹുദൈവവിശ്വാസികളോട് നിങ്ങൾ പങ്കാളികളായി ചേർത്തവരും അവിടെ തന്നെ നിൽക്കൂ എന്ന് പറയുകയും ചെയ്യുന്ന ദിവസം ശ്രദ്ധേയമത്രേ. അനന്തരം നാം അവരെ തമ്മിൽ വേർപെടുത്തും. അവർ പങ്കാളികളായി ചേർത്തവർ പറയും, നിങ്ങൾ ഞങ്ങളെയല്ല ആരാധിച്ചിരുന്നത്. അപ്പം എല്ലാവരും അള്ളാഹു ഒരുമിച്ച് കൂട്ടും. നല്ലവരെയും ചീത്തവരെയും ബഹുദൈവവിശ്വാസികളെയും ഒക്കെ അള്ളാഹു ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് ബഹുദൈവവിശ്വാസികളോട് പ്രത്യേകം പറയും, നിങ്ങൾ പങ്കാളികളായി ചേർത്തവരും അവിടെ തന്നെ നിൽക്കും. അപ്പം നമ്മളിപ്പം സുന്നികൾ എന്ത് ചെയ്യുന്നുണ്ട്? ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ബദരീങ്ങളെയും വിളിക്കും, ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സുന്നികളെയും വിളിക്കും, നിങ്ങൾ അവിടെ നിൽക്കൂ എന്ന് പറയും. അപ്പോഴെന്ത് ചെയ്യും? അള്ളാഹു അവരെ തമ്മിൽ വേർപ്പെടുത്താന്ന് വെച്ചാൽ അവരെ മാറ്റി നിർത്തല്ല. ഇപ്പോൾ അള്ളാഹു അവരെ രണ്ട് കൂട്ടരാക്കി മാറ്റി നിർത്തും. ബദരീങ്ങൾ ഭാഗത്തേക്കും മറ്റുള്ള ഒരു ഭാഗത്തേക്കും മുഖാമുഖം ചോദിക്കാൻ വേണ്ടി നിർത്തും. അപ്പോൾ അവർ പറയും, ബദരീങ്ങൾ പറയും, ഇന്ന് ഞങ്ങളെയല്ല പ്രാർത്ഥിച്ചത്, ഞങ്ങൾ യാതൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുക. കാരണം ഇത് കാഹളം ഊതുമ്പോൾ ആരോ തങ്ങളെ വിളിച്ചു ഉണർത്തിയ മാതിരിയാണ് അവർ എണീക്കുക. അപ്പം നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവർ കേൾക്കുകയാണെങ്കിൽ അവർ അങ്ങനെ പറയില്ലല്ലോ. ശരി, അവർ മരിച്ചു വീണ ബദരീങ്ങളാണ് കൂട്ടുക. അവരിപ്പം ബദരീത്തിൽ മരിച്ചു വീഴുന്നത് ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ അവർക്ക് ഓർമ്മ ഉണ്ടാവുക കാഹളത്തിൽ ഊതുന്ന കൂട്ടായിരിക്കും ഓർമ്മ ഉണ്ടാവുക. അതിൻ്റെ ഇടയിലൊക്കെ യാതൊന്നും ഓർമ്മ ഉണ്ടാവില്ല അല്ലേ? നമ്മളല്ല ഗാഠനിദ്രയിലാണെങ്കിൽ രാത്രി കിടന്നത് ഓർമ്മ ഉണ്ടാവില്ല, പിന്നെ രാവിലെ എണീച്ച് നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. അതിനിടയിൽ ഒരു സംഭവം നമുക്കറിയില്ല. ചിലപ്പോൾ അതിൻ്റെ രാത്രിയിലൊക്കെ പോയ കള്ളം വന്ന് കട്ടിട്ടോ മോഷിച്ചൊക്കെ പോയിട്ടുണ്ടോ എന്ന് നമ്മൾ അതുണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു കുട്ടിയാന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ തമ്മിൽ ഭയങ്കര പൊരിഞ്ഞ കച്ചറയും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ നല്ല ഭക്ഷണം കൊണ്ടുവന്ന് അവർ കഴിച്ചിട്ടുണ്ടാവും, കേക്ക് മുറിച്ചിട്ടുണ്ടാവും. ഇതൊന്നും കുട്ടി അറിയില്ല. കുട്ടി സുഖമായിട്ട് കിടന്നുറങ്ങുക, രാവിലെ നീക്കുമ്പോഴാണ് എല്ലാം കാണുന്നത് തന്നെ. അപ്പം അതുപോലെ തന്നെ ഈ ബദരീങ്ങളും ഒന്നും അറിയുന്നില്ല. അതോടൊപ്പം കൂടാതെ മറ്റൊരു ഭാഗത്ത് അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് പറയുന്നുണ്ട്. രക്തസാക്ഷികൾ മരിക്കുന്നില്ല, അവർ മരിച്ചവരെന്ന് പറയരുത്, അവർ ജീവിച്ചിരിക്കുന്നവരാണെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പം എന്ത് തന്നെയായാലും ഇവിടെ പറയുന്നത് വെച്ചാൽ ഇവർ ബഹുദൈവവിശ്വാസികളും നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചവരും വിളി കേൾക്കുന്ന കരുതും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അതുപോലെ ഇവർ ഞങ്ങളെയല്ല വിളിച്ച് പ്രാർത്ഥിച്ചതെന്ന് ഇവർ തീർത്ത് പറയും. കാരണം ഒരിക്കലും പ്രാർത്ഥന കേൾക്കാൻ മാത്രമുള്ള യോഗ്യരല്ല ഇവർ. മറിച്ച് പദ്ധതിയിൽ ഇവരെന്ത് ചെയ്തു? വലിയൊരു സഹായം, മുസ്ലിങ്ങൾക്ക് വലിയൊരു നേട്ടം ഇവർ ചെയ്തു. അള്ളാഹുവിൻ്റെ സഹായത്താൽ ഈ ബദരീങ്ങൾ വലിയൊരു മുന്നേറ്റം നടത്തി ജീവൻ പണയം വെച്ചിട്ട് അവർ ശത്രുക്കളുമായി പോരാടി അവർ മരിച്ചു വീണു. അവിടെ കത്തുന്നമായ സ്വർഗമുണ്ട് ഒക്കെ ചെയ്തു തന്നെയാണ്. പക്ഷെ നമ്മൾ വിളിക്കുന്ന പ്രാർത്ഥനയൊന്നും അവർ കേൾക്കില്ല. അപ്പോൾ അവർ കയ്യൊഴിയും. നിങ്ങൾ ഞങ്ങളെയല്ല വിളിച്ച് പ്രാർത്ഥിച്ചത് എന്ന് ഇവർ കയ്യൊഴിയും. ബദരീങ്ങളൊക്കെ കയ്യൊഴിയും. അള്ളാഹു അവരെ വേർപ്പെടുത്തുന്നു പറഞ്ഞു വെച്ചാൽ എന്താ വെച്ചാൽ, പിന്നെ നമ്മൾ അവരുടെ പ്രാർത്ഥന കേട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അവർക്ക് നരകം കൊടുക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സുന്നി വ്യക്തി ബദരീങ്ങളെ വിളിച്ചു എന്ന് കൂട്ടുക, അപ്പം വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ അവനവിടെ നാണക്കേടാണ്. അവിടെ എങ്ങനെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ് അവിടെ കൽപ്പന. അങ്ങനെ അവിടെ മാലാഖമാരും ഒക്കെ എങ്ങനെ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കാണും. അപ്പോൾ നമ്മൾ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന നാണക്കേട്. അപ്പോൾ ഇവർ വിളിച്ചവരും പറയും, ഞങ്ങൾ ബദരീങ്ങളെ വിളിച്ചിട്ടില്ല എന്ന് പറയും. ബദരീങ്ങളും പറയും, ഇവർ ഞങ്ങളെയും വിളിച്ചിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു കൂട്ടരും പ്രാർത്ഥിക്കണം. രണ്ടു കൂട്ടർക്കും നാണക്കേടാണ്. മനസ്സിലായി? അപ്പോൾ മയക്കുമരുന്ന് കൊടുത്തവരും വാങ്ങിയവരും എന്താ പറയുക, ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഇദ്ദേഹത്തിന് ഞാൻ വാങ്ങിയിട്ടില്ല, ഞാൻ ഇദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല എന്നാണ് അവർ പോലീസ് സ്റ്റേഷനിൽ പറയുക. കാരണം കുറ്റമാണ്, കൊടുത്താലും വാങ്ങിയാലും കുറ്റമാണ്. രണ്ടുപേരും എന്ത് ചെയ്യും? സമ്മതിക്കില്ല. അപ്പം അതുതന്നെ ഇവർ രണ്ടു കൂട്ടരും എന്ത് ചെയ്യും? സമ്മതിക്കില്ല. അത് മാത്രമല്ല ഇവർ തമ്മിൽ അകന്നു നിൽക്കുകയും ചെയ്യും. മനസ്സിലായി? അപ്പോൾ തമ്മിൽ വേർപ്പെടുത്തും. അള്ളാഹു വേർപ്പെടുത്തുകയെന്ന് പറഞ്ഞാൽ ഇവർ സ്വാഭാവികമായിട്ടും അകന്നു നിർത്തും. പക്ഷെ അത് അള്ളാഹുവിൻ്റെ അനുമതി കൂടിയാണ് വേർപ്പെടുത്തൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു അവിടെ വേർപ്പെടുത്തുമെന്ന് പറഞ്ഞത്.
നിങ്ങൾ ഞങ്ങളെയല്ല ആരാധിച്ചിരുന്നതെന്ന് അവർ പറയും. പിന്നെ പറയാം, അതിനാൽ ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ സാക്ഷിയായി അള്ളാഹു മതി. നിങ്ങളുടെ ആരാധനയെപ്പറ്റി ഞങ്ങൾ തീർത്തും അറിവില്ലാത്തവരായിരുന്നു. അപ്പം ഈ ബദരീങ്ങൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണ്. ഏറ്റവും വലിയ പദവി നേടിയ ഷഹീദിൻ്റെ പദവി നേടിയവരാണ് അവർ. അതിലും ഏറ്റവും ഉന്നതമായ പദവി ആർക്കാണ്? ബദരീങ്ങൾക്കാണ്. ബദർ ശുഹദാക്കൾക്കുള്ള പദവിക്ക് ശേഷമേ മറ്റ് ഉഹുദ് ശുഹദാക്കൾക്കും ഹന്തക്ക് ശുഹദാക്കൾക്കും ലഭിക്കുകയുള്ളൂ. ഏറ്റവും വലിയ പദവി ഇസ്ലാമിന് വേണ്ടി ആദ്യമായി പോരാടിയവരാണ്. അപ്പോൾ അവർക്ക് ആ യുദ്ധം എന്ന് വെച്ചാൽ മഹത്തായ യുദ്ധമാണ്, പരിപൂർണ ഈമാനിൻ്റെ യുദ്ധമാണത്. പിന്നീട് ബദർ ജയിച്ചതോടുകൂടി മുസ്ലിങ്ങളിൽ പല ന്യൂനതകളും ബലാധിഷ്ഠതകളും ബൗദ്ധികപ്രേമമൊക്കെ കടന്നുകൂടി. പക്ഷെ ബദർ യുദ്ധത്തിൻ്റെ സമയത്ത് ആർക്കും ഒരു ഭൗതികപ്രേമവും ഇല്ല. എങ്ങനെ അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായിരുന്നു അവർ. അപ്പോൾ അവർ പറയും, ഇവരിപ്പോൾ പിന്നെ വിളിച്ചവർ പറയും ഞങ്ങൾ നിങ്ങളെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയും, ബദരീങ്ങൾ പറയും, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇവിടെ അള്ളാഹു മതി, അള്ളാഹു എല്ലാം കാണുന്നവനാണെന്ന് പറയും. അവർ പറയും. ഇത് ബദരീങ്ങളെ മാത്രമല്ല കേട്ടോ പറഞ്ഞാൽ, മറ്റു നമ്മൾ പല ദേവീദേവന്മാരെയൊക്കെ വിളിക്കുന്നുണ്ടല്ലോ, ഹൈന്ദവർ പല ദേവീദേവന്മാരൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതും അവരൊക്കെ നിഷേധിക്കും. ഇപ്പം ക്രിസ്ത്യാനികളാവട്ടെ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് യേശു പറയും എന്നെ അല്ല വിളിച്ചത്, അവർ വിളിച്ച ചെകുത്താനെയാണ്, എനിക്ക് അവർ വിളിച്ചത് ഞാൻ കേട്ടിട്ടില്ല എന്നൊക്കെ അല്ലേ അവർ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും എതിർ വാക്കുകൾ പറയുമ്പോൾ. മറിയമ്മനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, യോഹന്നാൻ പിള്ളേനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവരൊക്കെ നിഷേധിക്കും. ഇവരൊന്നും ഞങ്ങളല്ലേ വിളിച്ചത് ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറയും. കാരണം ഇവർ കേൾക്കുന്നില്ല. ഇവർ മരിച്ചു കഴിഞ്ഞ് ഇല്ലി എന്ന സ്ഥലത്താണ് ഒരു ആത്മാവ് ഉണ്ടാവുക, അവർക്ക് കേൾക്കാനുള്ള കഴിവില്ല. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, കുറ്റാരോപണം നടത്തുമെന്നാണ് പറയുന്നത്. അപ്പം ആ പരലോകത്ത് യാതൊരു ശുപാർശയും ഫലിക്കാത്ത, യാതൊരു പണവും സ്വീകരിക്കാത്ത, യാതൊരു കൈക്കൂലിയൊന്നും സ്വീകരിക്കാത്ത നേർക്ക് നേരെയുള്ള ന്യായാധിപൻ്റെ ന്യായപ്രമാണങ്ങളുടെ ആ നാളിൽ അള്ളാഹു നമുക്ക് സ്വർഗം നൽകുന്ന ഭാഗ്യന്മാരെ അള്ളാഹു നമ്മൾ പെടുത്തുമാറാകട്ടെ. ആമീൻ.